പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ ന്യൂ മോഡൽ പ്രിന്ററായ എപ്സൺ L5290 എന്ന പ്രിന്ററിൽ എങ്ങനെ ADF യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. എപ്സന്റെ L5290 എന്ന പ്രിൻ്ററിന് ഫോട്ടോസ്റ്റാറ്റ് സ്കാനർ വരുന്നുണ്ട്. നോർമൽ എല്ലാ പ്രിൻ്ററിനുള്ള പോലത്തെ ഈ ഒരു സാധാ സ്കാനർ ഗ്ലാസ് ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ പുറമെ തന്നെ ADF സ്കാനിങ്ങും വരുന്നുണ്ട്. അതായത് ഇതൊരു സ്കാനിങ് ആണ് നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത്. അതേപോലെ മുകളിൽ കണ്ടില്ലേ ഈ ഒരു യൂണിറ്റ്, ഇതിൻ്റെ പേരാണ് ADF യൂണിറ്റ് എന്നാണ് ഇതിന് പറയുക. ഇത് വഴി നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒന്നിൽ കൂടുതൽ ഡോക്യുമെൻ്റ് അഥവാ മൾട്ടി പേജസുകൾ ഒരുമിച്ച് സ്കാൻ ചെയ്യാൻ, അല്ലെങ്കിൽ ലീഗൽ സൈസ് പേപ്പറുകൾ സ്കാൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഫാക്സ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം പേപ്പറിന് ബെൻഡ് കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. കറക്റ്റായിട്ട് ഈ ഒരു സ്ലോട്ടിൽ തന്നെ നമ്മൾ പേപ്പർ ഇൻസേർട്ട് ചെയ്യണം. അത് വെക്കുന്ന സമയത്ത് ചെറിയൊരു ബസർ സൗണ്ട് ഉണ്ടാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോപ്പി എന്ന് സെലക്ട് ചെയ്ത് ഇവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്ക്രീനിൽ ADF എന്ന ഒരു ഓപ്ഷൻ എനേബിൾ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ പേപ്പർ റിമൂവ് ചെയ്യുന്ന സമയത്ത് അത് ആ ഓപ്ഷന് ഹൈഡായി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ADF എനേബിൾ ആയിരിക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ സ്കാനർ ഗ്ലാസ് വർക്കിംഗ് ആവില്ല. ഈ മുകളിൽ തന്നെ പേപ്പർ ഡോക്യുമെൻ്റ് വെച്ചാൽ മാത്രമേ സ്കാനിങ് നടക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ എറർ മെസ്സേജ് വരുന്നതാണ്. പേപ്പർ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് നല്ല ഗുഡ് ക്വാളിറ്റി A4 ആയിരിക്കണം. ബെൻഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. അതേപോലെ സ്റ്റാപ്ലർ പിന്നുകളെല്ലാം റിമൂവ് ചെയ്തിരിക്കണം. വൈറ്റ്നർ കംപ്ലീറ്റ്ലി ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇതിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇതെല്ലാം പേപ്പർ ജാം ഉണ്ടാക്കാൻ, നമ്മുടെ ഡോക്യുമെൻ്റ് കേടുവരാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന സമയത്ത് അവിടെ ഡോക്യുമെൻ്റ് വെച്ചാൽ നമ്മൾ ഈ ഫോട്ടോസ്റ്റാറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി കമ്പ്യൂട്ടറിൽ സ്കാൻ ചെയ്യുന്ന സമയത്തും ഇതേ മെത്തേഡ് തന്നെയാണ് വരുന്നത്. നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻ്റ് അവിടെ വെക്കുന്നു. സ്കാനിങ് ആപ്ലിക്കേഷൻ എപ്സൺ സ്കാൻ ടു ഓൺ ആക്കിയതിന് ശേഷം അതിൽ ഡോക്യുമെൻ്റ് സോഴ്സ് എന്നുള്ള അവിടെ ADF സെലക്ട് ചെയ്താണ്ട് സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡോക്യുമെൻ്റ് ഇതേപോലെ സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ ഇതിൻ്റെ പ്രിവ്യൂ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡോക്യുമെൻ്റ് സോഴ്സ് ആണ് ഓപ്ഷന്. അത് സെലക്ട് ചെയ്ത് അതിൽ ADF പറഞ്ഞത് സെലക്ട് ചെയ്യുക. ഇനി ഓട്ടോ ഡിറ്റക്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ ADF എനേബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വഴി മാത്രമേ സ്കാനിങ് നടക്കുകയുള്ളൂ. അതിൽ ADF സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇവിടെ താഴെ കാണുന്ന പ്രിവ്യൂ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ സ്കാനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രിൻ്ററിൽ ആ ഡോക്യുമെൻ്റ് ഉള്ളിലോട്ട് പോയി സ്കാൻ ചെയ്ത് താഴെ ഭാഗത്തൂടെ പുറത്തോട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം ഇവിടെ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് നമുക്കതിൻ്റെ പ്രിവ്യൂ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ പ്രിവ്യൂ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ഗുഡ് ക്വാളിറ്റി പേപ്പർ ആയിരിക്കണം. ബെൻഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. ആ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.